ഹലോ നേഴ്സസ്. വെൽക്കം ടു നേഴ്സസ് ഫ്ലൈറ്റ് ടു ഹൈ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പൾസിനെ പറ്റി പഠിച്ചു. അതിൽ പൾസ് സൈറ്റുകളെ പറ്റിയാണ് പഠിച്ചത്. പക്ഷേ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കുറേ പൾസ് ടെർമിനോളജീസ് ചോദിച്ചിട്ടുണ്ട്. പലർക്കും കൺഫ്യൂഷനാണ് ഈ ടെർമിനോളജീസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല ടൈപ്പ് പൾസിനും പല പേരുകൾ. ഇപ്പം വാട്ടർ ഹാമർ പൾസ്, ഡൈക്രോട്ടിക് പൾസ്, ബൈജംനൽ പൾസ്, അങ്ങനെ ഒരുപാട് പേരുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് പഠിക്കാനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രിപ്പറേഷൻ ചെയ്യുകയാണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഈവൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ബട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഒന്നെങ്കിൽ അതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ക്ലിയറൻസ് പോലെ എടുത്തു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ തന്നെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയും ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഇങ്ങനൊരു ചാനലുണ്ട്, ഫ്രീ ആയിട്ടാണ് ഇതിൽ കോച്ചിങ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം എന്ന് പറയാം. എന്നിട്ട് എല്ലാവരും ഗവൺമെൻറ് പ്രയത്നിക്കുന്നവർ, അതായത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഗവൺമെൻറ് സർവീസിൽ കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. പൾസിൽ നമ്മൾ ഇന്നലെ സൈറ്റ് എല്ലാം പറഞ്ഞു. ഇന്ന് പൾസിന്റെ ഓരോ ടേംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പൾസ് എന്ന് പറയുന്നത് എന്തുവാണ്? 60 to 100 ആണ്, ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് പൾസിന്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞു. പൾസിന്റെ നോർമൽ റേറ്റ് എത്രയാണ്? 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. അപ്പം ഈ 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ പൾസ് റേറ്റ് ആണ് കേട്ടോ, റേറ്റ് ആണ്. അപ്പൊ ഈ പൾസ് 100-നെയും കാട്ടി കൂടുവാണ്, 100 ബീറ്റ്സ് പെർ മിനിറ്റിനെയും കാട്ടി റേറ്റ് ഇൻക്രീസ് ചെയ്യാണ്. പക്ഷെ റിതത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല. റിതം ഈസ് നോർമൽ. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയും? ദാറ്റ് ഈസ് ടക്കികാർഡിയ. കാർഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാർട്ട് അല്ലേ? അപ്പൊ ഈ ടക്കികാർഡിയയും ടക്കിപീനിയയും തമ്മിൽ മാറിപ്പോകേണ്ട യാതൊരു ആവശ്യവും. അതുകൊണ്ട് കാർഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഹാർട്ടിന്റെ ഫങ്ഷൻസ് ശരിയാണോ എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ പൾസ്. സോ ടക്കികാർഡിയ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ്. അപ്പൊ ലെസ് ദാൻ 60, വളരെ റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ദാറ്റ് ഈസ് ടക്കികാർഡിയ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 100. ലെസ് ദാൻ 60 ആണെങ്കിൽ ബ്രാഡികാർഡിയ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? റിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണില്ല, റേറ്റിൽ മാത്രമേ ഇൻക്രീസും ഡിക്രീസ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. പൾസിന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിതവും റേറ്റും. അല്ല, റേറ്റിൽ ഇൻക്രീസും ഡിക്രീസും വരുന്നതാണ് ടക്കികാർഡിയ, ബ്രാഡികാർഡിയ. അതേസമയം റിതത്തിൽ യാതൊരു പ്രശ്നവും കാണില്ല, റിതം ഈസ് നോർമൽ. ഓക്കെ, then we are moving to the next term, that is പൾസ് ഡെഫിസിറ്റ്. എന്താണ് ഈ പൾസ് ഡെഫിസിറ്റ്? ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ കുറവെന്നാണ് അർത്ഥം അല്ലെ? എവിടെയോ ഒന്ന് പൾസ് കുറഞ്ഞു പോയി. എവിടെയാ പൾസ് കുറയുന്നേ? ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പൾസ് ഏത് പൾസ് സൈറ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് അപ്പിക്കൽ പൾസ്. അപ്പിക്കൽ പൾസ് ആണ് ചെക്ക് ചെയ്യുന്നത് അല്ലെ? എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അപ്പിക്കൽ പൾസ് ചെക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നോർമലി മോസ്റ്റ് കോമൺലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏത് പൾസ് ആണ്? റേഡിയൽ പൾസ് ആണ്. അപ്പൊ ഈ അപ്പിക്കൽ പൾസും റേഡിയൽ പൾസും തമ്മിലുള്ള ഒരു പൾസ് ഡിഫറൻസ് ചിലർക്ക് വരും. അതായത് നോർമൽ ആയിട്ട് ഇറഗുലർ ബീറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് ഒരു പൾസ് ഡിഫറൻസ് വരും. അതായത് നമ്മുടെ അപ്പിക്കൽ പൾസ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല പെരിഫറലിലോട്ട്. അപ്പൊ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസിനാണ് പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും അരിത്രീമിയ ഉണ്ടെങ്കിൽ വരും, ബ്ലഡ് കറക്റ്റ് ആയിട്ട് പെർഫ്യൂസ് ചെയ്തില്ലെങ്കിൽ വരും. ട്രാൻസ്ഫ്യൂസ് അല്ല, പെർഫ്യൂസ് ചെയ്തില്ലെങ്കിൽ വരും. പെർഫ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് കറക്റ്റ് ആയിട്ട് എല്ലാ ടിഷ്യൂസിനും എത്തിയില്ലെങ്കിൽ വരും. അപ്പൊ ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻസ്. അപ്പൊ പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് പൾസ് deficit എന്ന് പറഞ്ഞാൽ it is the difference between apical pulse and peripheral pulse. It is the difference between
അപ്പിക്കൽ പൾസ് ആൻഡ് പെരിഫറൽ പൾസ്. അപ്പിക്കൽ പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻട്രിക്കുലർ കൺട്രാക്ഷന്റെ അതേ റേറ്റ് ആയിരിക്കും അപ്പിക്കൽ പൾസിന്. അപ്പിക്കൽ പൾസിൽ നിന്ന് റേഡിയൽ പൾസ് മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് പൾസ് ഡെഫിസിറ്റ് കിട്ടുന്നത്. ഡെഫിസിറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, എവിടെയോ ഒന്ന് കുറഞ്ഞു പോയി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? അപ്പിക്കലി നിന്ന് റേഡിയൽ കുറയ്ക്കുന്നതാണെന്ന് നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ആവണം. ഇത് ഏതൊക്കെ സമയത്താണ്? കാർഡിയക് ഡിസ്ട്രിഥിമിയാസിൽ വരും. ലാക്ക് ഓഫ് പെർഫ്യൂഷൻ, അതായത് ഇപ്പൊ ഷോക്ക് അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനില്ലേ, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഇങ്ങനെ പൾസ് ഡെഫിസിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ദ നെക്സ്റ്റ് ടേം ഈസ് intermittent pulse or irregular pulse. എന്താണ്? intermittent or irregular. അപ്പൊ എന്താണ് ഇന്റർമിറ്റന്റ്? ഇടയ്ക്കിടയ്ക്കേ കേൾക്കുന്നുള്ളൂ. പേരിൽ നിന്ന് തന്നെ പഠിക്കാം. ഇന്റർമിറ്റന്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന അത്രയും പൾസ് നമുക്ക് കേൾക്കുന്നില്ല. അതായത് സം ഹാർട്ട് ബീറ്റ്സ് not transmitted to peripheral arteries. ചില ഹാർട്ട് ബീറ്റ്സ് പെരിഫറൽ ആർട്ടറീസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അതായത് ഒക്കേഷണൽ ബീറ്റ്സ് സ്കിപ്പ് ആവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബീറ്റ്സ് സ്കിപ്പ് ആവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഡ്യൂ ടു പ്രീമച്വർ atrial or ventricular contraction. അപ്പൊ ഒക്കേഷണൽ ബീറ്റ്സ് സ്കിപ്ഡ്, ഇടയ്ക്ക് ബീറ്റ്സ് സ്കിപ്പ് ആയി പോകും. ഒക്കേഷണൽ ബീറ്റ്സ് സ്കിപ്പ് അല്ലെങ്കിൽ മിസ്ഡ്. Due to premature atrial or ventricular contractions. മനസ്സിലായോ? ഇന്റർമീഡിയന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർമീഡിയന്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൾസ് ബീറ്റ് കേൾക്കുന്നുള്ളൂ. അപ്പം എന്തെങ്കിലും എന്താണ് ഹാർട്ട് ബീറ്റ് ഈ ഇടയ്ക്കിടയ്ക്ക് പൾസ് ബീറ്റ് എന്നല്ല, എന്താണ് ഒക്കേഷണൽ ഹാർട്ട് ബീറ്റ്സ് മിക്സ് ആയി പോകുന്നു പെരിഫറൽ ആർട്ടറീസിലോട്ട് പ്രീമച്വർ ഏട്രിയൽ അല്ലെങ്കിൽ വെൻട്രിക്കുലർ കൺട്രാക്ഷൻസ് നടക്കുന്നത് കൊണ്ട്. ഓക്കെ, then we are moving to the next term, that is നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ ഇന്റർമീഡിയറ്റ് പൾസും പൾസ് ഡെഫിസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൾസ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എത്ര പൾസ് കുറഞ്ഞു എന്നുള്ളതാണ് പൾസ് ഡെഫിസിറ്റ്. അപ്പിക്കൽ പൾസ് മൈനസ് റേഡിയൽ പൾസ്. അതിന്റെ ടേം, അതായത് ഒക്കേഷണൽ ഹാർട്ട് ബീറ്റ്സ് കുറഞ്ഞു പോയി, കിട്ടിയില്ല, കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല, അതിന്റെ ടേം ആണ് എന്താ? ആ പൾസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് പൾസ്. ഇനി നമ്മൾ പറഞ്ഞു പ്രീമച്വർ ഏട്രിയൽ അല്ലെങ്കിൽ വെൻട്രിക്കുലർ കൺട്രാക്ഷൻസ് വരുമ്പോൾ ഇന്റർമീഡിയറ്റ് പൾസ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രീമച്വർ ഏട്രിയൽ കൺട്രാക്ഷൻസ് വരുമ്പോൾ എന്ന് വെച്ചാൽ പ്രീമച്വർ ഏട്രിയൽ കൺട്രാക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? കറക്റ്റ് ആയിട്ട് ഏട്രിയൽ കറക്റ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നില്ല, കൺട്രാക്ട് ചെയ്ത് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്ന മുമ്പേ തന്നെ അടുത്ത കൺട്രാക്ഷൻ വരുന്നു. പ്രീമച്വർ കറക്റ്റ് ടൈമിലല്ല കൺട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും അല്ലെ? റേറ്റ് കൂടും. അപ്പൊ ഏട്രിയൽ റേറ്റ് കൂടുന്ന കണ്ടീഷന്റെ പേരാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ. ഇറ്റ് ഈസ് അരിത്മിക് കണ്ടീഷൻ. റിതത്തിലും പ്രശ്നം വരും. ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും atrial fibrillation എന്ന് വെച്ചാൽ എന്താണ്? contraction of atria at rate greater than 200 beats per minute. അതായത് കറക്റ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യല്ല, കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യുന്ന മുമ്പേ അടുത്ത കൺട്രാക്ഷൻ വരുന്നു. അതായത് പ്രീമച്വർ കൺട്രാക്ഷൻസ് വരുന്നു. അപ്പൊ റേറ്റ് കൂടും. എത്ര കൺട്രാക്ഷൻ വരുന്നു അതിനനുസരിച്ച് റേറ്റ് കൂടില്ല. അപ്പൊ 200 ബീറ്റ്സ് പെർ മിനിറ്റിൽ കൂടുതൽ പോയാൽ അതിന് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. ഇനി ഇതുപോലെ തന്നെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ട്. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഇത് സെയിം തന്നെയാണ്. പ്രീമച്വർ കൺട്രാക്ഷൻസ് എവിടെ വരുന്നേ ഉള്ളൂ? വെൻട്രിക്കിൾസിൽ വരുന്നേ ഉള്ളൂ. പ്രീമച്വർ കൺട്രാക്ഷൻസ്, റാപ്പിഡ് പ്രീമച്വർ കൺട്രാക്ഷൻസ്
ventricular contractions greater than 200 beats per minute. രണ്ട് ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ 200 ബീറ്റ്സ് പെർ മിനിറ്റിൽ എവിടെ പ്രീമെച്വർ കൺട്രാക്ഷൻസ് വരുന്നതിനെയാണ് ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്താണ്? ട്രീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതൊരു ഫേറ്റൽ കണ്ടീഷൻ ആണ്, മരണം വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷൻ ആണ്. ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ വരുമ്പോൾ ഉള്ള ഇതെന്ന് വെച്ചാൽ പൾസ് കാണത്തില്ല, പൾസ്ലെസ്നെസ് വരും, പൾസ് കാണത്തില്ല. അപ്പോഴാണ് നമ്മൾ എന്താണ് CPR പ്രൊസീജിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൾസ്ലെസ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഒക്കെ വരുമ്പോൾ CPR പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യൂലേ. That's the importance of ventricular fibrillation. Okay, then we are moving to നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരാളാണ് ഡൈക്രോട്ടിക് പൾസ്. ഡൈക്രോട്ടിക് പൾസ്. ഡൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? രണ്ട്. ഡൈക്രോട്ടിക് എന്ന് പറയുമ്പോൾ രണ്ട് ഇതുണ്ട്. അതായത് ഒരു ഹാർട്ട് രണ്ടായിട്ട് കേൾക്കും. ഡൈ ഒരു ഹാർട്ട് ബീറ്റ് രണ്ട് പെരിഫറൽ പൾസ് ആയിട്ട് കേൾക്കും. ദാറ്റ് ഈസ് ഡൈക്രോട്ടിക് പൾസ്. ഓക്കെ, വൺ ഹാർട്ട് ബീറ്റ് എത്ര പെരിഫറൽ പൾസ് ആയിട്ട് കേൾക്കും? വൺ ഹാർട്ട് ബീറ്റ് കംസ് and two peripheral pulse felt. രണ്ട് പെരിഫറൽ പൾസ് ഫെൽറ്റ് ചെയ്യും. അതിനാണ് ഡൈക്രോട്ടിക് പൾസ് എന്ന് പറയുന്നത്. ടു പെരിഫറൽ പൾസ് ഫെൽറ്റ്. ഇത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹാർട്ട് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യൂലേ, കൺട്രാക്ട് ചെയ്യുമ്പം സിസ്റ്റോളിക്, അതായത് കൺട്രാക്ട് ചെയ്യുന്ന ആ റേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുകയും എന്നാലും റിലാക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിലേ ആയിട്ട് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. ഡൈക്രോട്ടിക് പൾസ്. വൺ ഹാർട്ട് ബീറ്റ് ഫെൽറ്റ് ആസ് ടു പെരിഫറൽ പൾസസ്. രണ്ട് പെരിഫറൽ പൾസ് ആയിട്ട് ഫെൽറ്റ് ചെയ്യും, ഡൈക്രോട്ടിക് പൾസ്. ഇനി അടുത്ത ബൈജെമിനൽ പൾസ്. Next one is bigeminal pulse. What is bigeminal pulse? ഇപ്പൊ നിങ്ങൾ ഓർക്കും ബൈ എന്ന് പറഞ്ഞാലും രണ്ടെന്നല്ലേ അർത്ഥം. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരുന്ന പൾസ് ആണ്. ഡൈക്രോട്ടിക്കും ബൈജെമിനൽ പൾസും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരും. ബൈജെമിനൽ പൾസ് എന്ന് വെച്ചാൽ രണ്ട് ബീറ്റ് കേട്ടു, പിന്നെ ഒരു ലോങ്ങർ പോസ് ആണ്, വീണ്ടും അടുത്ത് രണ്ട് ബീറ്റ് കേട്ടു, വീണ്ടും ഒരു ലോങ്ങർ പോസ് വരും. ദാറ്റ് ഈസ് ബൈജെമിനൽ പൾസ്. ഓക്കെ, ബൈജെമിനൽ പൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ബീറ്റ് വരും, ഡബിൾ ബീറ്റ് വരും, then a longer pause, ഒരു വലിയൊരു പോസ്, കുറച്ച് നേരത്തേക്ക് ബീറ്റ് ഒന്നും കേൾക്കത്തില്ല. ഡബിൾ ബീറ്റ് വരും, ലോങ്ങർ പോസ്, then വീണ്ടും പൾസ് ഡബിൾ ബീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ബൈജെമിനൽ പൾസ്. ഡൈക്രോട്ടിക് പൾസ് എന്തുവാണ്? ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന രണ്ട് പെരിഫറൽ ബീറ്റ് ആയിട്ട് പെരിഫറൽ പൾസ് ആയിട്ട് കേൾക്കുന്നതിനെയാണ് ഡൈക്രോട്ടിക് പൾസ് എന്ന് പറഞ്ഞാൽ. ബൈജെമിനൽ പൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ബീറ്റ്, ലോങ്ങർ പോസ് വന്നിട്ട് വീണ്ടും ഒരു ഡബിൾ ബീറ്റ്, അങ്ങനെ കേൾക്കുന്നതാണ് ബൈജെമിനൽ പൾസ് എന്ന് പറയുന്നത്. ഈ ബൈജെമിനൽ പൾസിന് എന്തും പറയാം? ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് കപ്പിൾഡ് പൾസ്. കപ്പിൾഡ് പൾസ് എന്നും പറയാം. ബൈജെമിനൽ പൾസിനെയാണ് ഒരുമിച്ച്, കപ്പിൾഡ് എന്ന് വെച്ചാൽ ഒരുമിച്ച് വരുന്ന പൾസ് അല്ലേ, കപ്പിൾ ആയിട്ട് വരുന്ന പൾസ്, കപ്പിൾഡ് പൾസ് എന്നും പറയും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം? എന്തുവാണ്? ഒരു നോർമൽ ബീറ്റ് വന്നിട്ട് അതിന്റെ കൂടെ ഒരു പ്രീമെച്വർ ബീറ്റും കൂടെ വരുന്നോണ്ടാണ് ഇങ്ങനെ ഡബിൾ ബീറ്റ് ആയിട്ട് കേൾക്കുന്നത്. ഒരു ബീറ്റ് തന്നെയാണ്, ഒരു നോർമൽ ബീറ്റ് ആയിരിക്കും, ഒരു നോർമൽ ബീറ്റ് ആയിരിക്കും, അതിന്റെ കൂടെ ആരും കൂടെ വരും? ഒരു പ്രീമെച്വർ, കറക്റ്റ് ബീറ്റ് ആയിരിക്കില്ല, പക്ഷെ ഫോളോഡ് ബൈ ആണ് ഞാൻ F/B എന്ന് എഴുതുന്നത്, ഫോളോഡ് ബൈ എ പ്രീമെച്വർ ബീറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഒരു കറക്റ്റ് ഒരു നോർമൽ ബീറ്റിന്റെ കൂടെ ഒരു പ്രീമെച്വർ ബീറ്റ്, അപ്പം എന്താണ്? ഡബിൾ ബീറ്റ് ആയിട്ട് നമുക്ക് കേൾക്കും. ദാറ്റ് ഈസ് ബൈജെമിനൽ പൾസ് ഓർ കപ്പിൾഡ് പൾസ്. ഓക്കെ, then we are moving to ventricular flutter. Ventricular flutter. Ventricular fibrillation നമ്മൾ പഠിച്ചു. Ventricular fibrillation is the rapid premature ventricular contractions
greater than 200 beats per minute. At the same time, the ventricular flutter is rapid ventricular contractions more than 250 beats per minute. Rapid ventricular contractions more than 250 beats per minute. That is ventricular flutter. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അത്രയും കൂടുതലായിരിക്കും ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന, ദാറ്റ് ഈസ് വെൻട്രിക്കുലർ ഫ്ലട്ടർ. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാർഡിയാക്ക് വരുമ്പോഴത്തേക്കും കാർഡിയാക് ഡിസ്ട്രിഥിമിയാസിൽ പഠിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ കാർഡിയോളജി ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് വാട്ടർ ഹാമർ പൾസ്. വാട്ടർ ഹാമർ പൾസ് ഏത് ഡിസീസിലാണ് വരുന്നതെന്ന് ഒരുപാട്, ഏത് ഡിസീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാട്ടർ ഹാമർ പൾസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഡിസീസിലാണ്? ഇറ്റ് ഈസ് ദ ഹോൾമാർക്ക് ഓഫ് അയോർട്ടിക് റീഗർഗിറ്റേഷൻ. ഹോൾമാർക്ക് ഓഫ് അയോർട്ടിക് റീഗർഗിറ്റേഷൻ. വാട്ടർ ഹാമർ പൾസ് അയോർട്ടിക് റീഗർഗിറ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പൾസ് ഓർത്തു വയ്ക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറയാം. ഹാമർ ആണ്. അപ്പം ഹാമർ എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റിക അല്ലേ? ചുറ്റിക എവിടെയോ വലിയ ശക്തിയിൽ അടിച്ചു, ശക്തിയിൽ അടിക്കുകയാണ്. സ്ട്രോങ് ബീറ്റ് കേൾക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഫുൾ വോളിയം അപ്സ്ട്രോക്ക് കേൾക്കും. അടിച്ചല്ലോ. ഇത് ഏതിലാ അടിച്ചത്? വാട്ടറിലാണ് അടിച്ചത്. അപ്പം വാട്ടർ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും കേൾക്കില്ല. വിത്ത് സഡൻ ഡിസപ്പിയറൻസ്. ദാറ്റ് ഈസ് വാട്ടർ ഹാമർ പൾസ്. അപ്പൊ വാട്ടർ ഹാമർ എന്ന് ഓർക്കുമ്പോൾ തന്നെ പഠിക്കുക. ഹാമർ എന്താണ്? സ്ട്രോങ് ആയിട്ടൊരു പവർഫുൾ ഒരു ഫുൾ വോളിയം അപ്സ്ട്രോക്ക് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഒരു സഡൻ ഡിസപ്പിയറൻസ്. ആ ഒരു ബീറ്റ് മാത്രമേ കേട്ടുള്ളൂ, പിന്നെ ഉള്ള ബീറ്റ് ഡിസപ്പിയർ ആയി. ദാറ്റ് ഈസ് വാട്ടർ ഹാമർ പൾസ്. ദാറ്റ് ഈസ്, അതിനെ വേറൊരു പേര് പറയും, ദാറ്റ് ഈസ് കോറിഗൻസ് പൾസ്. കോറിഗൻസ് പൾസ് എന്ന് പറയും, അല്ലെങ്കിൽ കൊളാപ്സിംഗ് പൾസ് എന്ന് പറയും. ഓക്കെ, പേരിൽ നിന്ന് തന്നെ ഓർത്ത് പഠിക്കാം. വാട്ടർ ഹാമർ പൾസ്, ഇറ്റ് ഈസ് എ ഹോൾ മാർക്ക് ഓഫ് അയോർട്ടിക് റീഗർഗിറ്റേഷൻ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ PDA ഇല്ലേ? PDA മീൻസ് എന്തുവാണ്? പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഇതിൽ എന്താണ്? വാട്ടർ ഹാമർ പൾസ് കേൾക്കാറുണ്ട്. സ്ട്രോങ് ഫുൾ വോളിയം അപ്സ്ട്രോക്ക് അല്ലെങ്കിൽ പവർഫുൾ ഫുൾ വോളിയം അപ്സ്ട്രോക്ക് വിത്ത് സഡൻ ഡിസപ്പിയറൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് പൾസ് ഓൾട്ടർനേറ്റ്സ്. ഓൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ എന്തുവാണ്? ഇടയ്ക്കിടയ്ക്ക് വേറെ ഒരു വ്യത്യാസപ്പെട്ട് കേൾക്കുന്നു. അതായത് ഒരു സ്ട്രോങ് പൾസും കേൾക്കുന്നു, ഒരു വീക്ക് പൾസും കേൾക്കുന്നു. അതാണ് പൾസ് ഓൾട്ടർനേറ്റ്സ്. റിതം പക്ഷെ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. പൾസ് ഓൾട്ടർനേറ്റ്സ്. വീക്ക് പൾസ്, അത് ലെസ് വോളിയം ആയിരിക്കും. വളരെ കുറച്ച് ചെറിയ വോളിയം, നമ്മൾ ചെറുതായിട്ടേ കേൾക്കത്തുള്ളൂ. ലെസ് വോളിയം. വീക്ക് പൾസ് ഓൾട്ടർനേറ്റിംഗ് വിത്ത്, അതാണല്ലോ ഓൾട്ടർനൻസ്. ഓൾട്ടർനേറ്റിംഗ് വിത്ത് എ സ്ട്രോങ് പൾസ്. സ്ട്രോങ് പൾസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ദാറ്റ് ഈസ് മോർ വോളിയം, ബട്ട് ദ റിതം ഈസ് നോർമൽ. റിതം എന്തായിരിക്കും? റിതം ഈസ് നോർമൽ. ഓക്കെ,
ഇപ്പൊ ഓൾട്ടർനേറ്റിംഗ് പൾസ് ആണ്. ഒന്ന് ലെസ് വോളിയത്തിൽ കേൾക്കും, മറ്റേത് എന്താണ് സ്ട്രോങ് വോളിയത്തിൽ അല്ലെങ്കിൽ മോർ വോളിയത്തിൽ കേൾക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് വയറി പൾസ്. വയറി പൾസ് എന്നല്ലെങ്കിൽ സ്ട്രിംഗ് പൾസ് എന്നൊക്കെയാണ് പറയുന്നത്. സ്ട്രിംഗ് പൾസ് അതായത് ഒരു ത്രെഡ് ലൈക്ക് പൾസ് ആയിരിക്കും, അതാണ് വയറി പൾസ് ഓർ സ്ട്രിംഗ് പൾസ്. ത്രെഡ് ലൈക്ക് പൾസ് ആയിരിക്കും വയറി പൾസ്. ഇത് സാധാരണ ഏത് കണ്ടീഷനിലാണ് കേൾക്കുന്നത്? ഇറ്റ് is felt in dehydration. ത്രെഡ് ലൈക്ക് പൾസ് ആണ് dehydration. ത്രെഡ് ലൈക്ക് പൾസ്, dehydration. Example, dehydration. The next one is നമ്മൾ വാട്ടർ ഹാമർ പൾസ് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പൾസ് ടേം ആണ് പാരഡോക്സിക്കൽ പൾസ് അല്ലെങ്കിൽ കുഷ്മോൾസ് പൾസ്. പാരഡോക്സിക്കൽ പൾസ് ഓർ കുഷ്മോൾസ് പൾസ്. Paradoxical pulse or Kushmal's pulse. ഇതെന്താണ്? കുഷ്മോൾ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ഇതുള്ളതാണ്? റെസ്പിറേഷൻ അല്ലെ, കുഷ്മോൾസ് റെസ്പിറേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത് തന്നെ നിങ്ങൾ ഓർക്കുക. അതായത് ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ നന്നായിട്ട് ശ്വാസം അകത്തോട്ട് എടുക്കുമ്പം പൾസിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോവും. അതായത് ഡിക്രീസ് ഇൻ സ്ട്രെങ്ത് ഓഫ് പൾസ് during inspiration. Okay, decrease in pulse, strength of pulse during inspiration. ഇത് ഏത് കണ്ടീഷനിലാണ് കൂടുതൽ കാണുന്നത്? This is more seen in or felt in cardiac tamponade. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കുഷ്മോൾസ് പൾസ് കാണുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ കാർഡിയാക് ടാംപോണൈഡ്. ഓക്കെ, കാർഡിയാക് ടാംപോണൈഡിലാണ് പാരഡോക്സിക്കൽ പൾസ് അല്ലെങ്കിൽ കുഷ്മോൾസ് പൾസ് കാണുന്നത്. അപ്പം കുഷ്മോൾസ് പൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. The next pulse is Bispherin's pulse. Bispherin's pulse. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ പീക്ഡ് പൾസ് ആയിരിക്കും. രണ്ട് പൾസ് ആയിട്ട് നല്ല വോളിയത്തിൽ കേൾക്കും. പക്ഷെ സെക്കൻഡ് പീക്ക് ചിലപ്പോൾ ചെറുതായിരിക്കും, ഒന്ന് വലുതായിരിക്കും, ചിലപ്പം സെയിം സൈസിലുള്ളതും ആയിരിക്കാം. അത് കറക്റ്റ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. ഓരോ സമയം ഓരോന്നായിരിക്കും. ഡബിൾ പീക്ഡ് പൾസ്. പീക്ഡ് പൾസ്. Second peak can be smaller, larger, or in same size. ഒരേ സൈസിലും ആവാം. That is Bispherin's pulse. ഇത് ഏതിലാണ് കാണുന്നത്? ഇത് അയോർട്ടിക് റീഗർഗിറ്റേഷനിലും ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയിലുമാണ് ഈ കണ്ടീഷൻ കാണുന്നത്. അയോർട്ടിക് റീഗർഗിറ്റേഷൻ ആൻഡ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. അപ്പം നിങ്ങൾ ഇത്രയും പൾസുകളാണ് ഓർത്തു വെക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്
വാട്ടർ ഹാമർ പൾസ് ഏത് കണ്ടീഷനിലാണ് കാണുന്നത്? അത് ഏത് കണ്ടീഷനിലാണ്? ഇറ്റ് ഈസ് സീൻ ഇൻ അയോർട്ടിക് റീഗർഗിറ്റേഷൻ. PDA കണ്ടീഷൻസിലും കാണാറുണ്ട്, പക്ഷെ അയോർട്ടിക് റീഗർഗിറ്റേഷൻ ആണ് മെയിൻലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഏതാണ്? പാരഡോക്സിക്കൽ പൾസ് ഏതിലാണ് കാണുന്നത്? അത് കാർഡിയാക് ടാംബോണൈൻ. പാരഡോക്സിക്കൽ പൾസ് അല്ലെങ്കിൽ കുഷ്മോൾസ് പൾസ് ഏതിലാണ് കാണുന്നത്? കാർഡിയാക് ടാംബോണോയിഡിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. താങ്ക് യു സോ മച്ച് for watching. Like, share and subscribe.